السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله. حافظ على سنن وآداب أتت مأثورة عن خير من جاء مرسلا. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ വസിയത്തുകളായ സുന്നത്തുകളുടെ മേൽ സൂക്ഷിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ സമ്പൂർണനാകാൻ ആവശ്യമുള്ള സംഭവങ്ങളിലേക്കാണ് ഇനി മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ അവന്റെ മേൽ ബാധ്യതപ്പെട്ടതാണ്. സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രീതിയും അവന്റെ പൊരുത്തവും സമ്പാദിക്കുന്നത്. ളുഹർ നിസ്കരിക്കുന്നതിലൂടെ അല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നത്. അതിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിലൂടെയാണ്, ളുഹ നിസ്കരിക്കുന്നതിലൂടെയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നതിലൂടെയാണ്, അവ്വാബീൻ നിസ്കരിക്കുന്നതിലൂടെയാണ്, അതുപോലെയുള്ള സ്വതക്കയും ഹദിയയും ചെയ്യലൂടെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നത്. ഇത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നിർബന്ധമായ കാര്യങ്ങൾ യഥാവധി ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അർഹനാകും. ദുനിയാവിൽ പ്രതാപികളും പരലോകത്ത് ഉന്നത പദവിയിൽ വിരാജിക്കാനുള്ള സംഗതി നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ഹാഫിള് അലാ സുനനിൻ വആദാബിൻ അതത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് വാരിദായ സുന്നത്തുകൾ, അവിടുന്ന് പഠിപ്പിച്ചു തന്നതായ മര്യാദകൾ, ചിട്ടകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, അവ മുഴുവനും നീ ശക്തമായി സൂക്ഷിച്ച് ജീവിക്കണമെന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ ഹാഫിള് എന്ന് പറയുമ്പോൾ തന്നെ മത്സരിക്കുക, നന്മക്ക് വേണ്ടി മത്സരിക്കുക എന്നൊരർത്ഥം അതിൽ നിന്ന് വരുന്നുണ്ട്. എന്നിട്ട് മഹാനവർകൾ പറയുകയാണ് അടുത്ത ബൈത്തിലൂടെ, ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ. അല്ലാഹുവിലേക്കുള്ള പാതയിലേക്ക് നിനക്ക് ചേരണമെങ്കിൽ, അങ്ങനെ നിനക്ക് നിന്റെ റബ്ബിന്റെ തൃപ്തിയിൽ അള്ളാഹുവിനെ പ്രാപിക്കണമെങ്കിൽ അതിനേക്കുള്ള ചേരാനുള്ള മാർഗം എന്നുള്ളത് ഒന്നേ ഒന്നുള്ളൂ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റൽ മാത്രമാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെയും അവിടുന്ന് പറഞ്ഞ കൽപ്പനകളെയും യഥാവിധി അനുസരിക്കുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് മഹാനവകൾ പറയുന്നു, ഫി ഹാലിഹി വ ഫആലിഹി വ മഖാലിഹി
ഫതതബ്ബഅന്ന വതാബിഅൻ ലാ തഅദില ഫീ ഹാലിഹി അവിടുത്തെ മുഴുവൻ ഘട്ടങ്ങളിലും വഫഅലിഹി മുഴുവൻ പ്രവർത്തനങ്ങളിലും വമഖാലിഹി അവിടുത്തെ മുഴുവൻ വാമൊഴികളിലും ഫതതബ്ബഅൻ അനുധാവനത്തിന്റെ ആയമായി തീരുക. എന്നിട്ട് വതാബിയൻ നീ പിൻപറ്റുകയും ചെയ്യുക. നന്നായി പിൻപറ്റണമെന്നാ പറഞ്ഞത്. ലാ തഅദില മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഈ വഴിയിൽ നിന്ന് നീ തെറ്റണ്ട എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്രയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരച്ചു കാട്ടേണ്ട, ഒരു മനുഷ്യൻ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. അഥവാ ഫർളായ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് ശിക്ഷ കിട്ടും. എന്നാൽ സുന്നത്തായ കാര്യങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ നേടിയെടുക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നത് വതരീഖു കുല്ലി മശായിഹിൻ ഖദ് ഖുയ്യിദത് ബികിതാബി റബ്ബി വൽ ഹദീസി തഅസ്സുലാ. ഏത് മശായിഖന്മാരുടെ റൂട്ട് നീ പരിശോധിച്ചാലും അതിന്റെ എല്ലാം അടിത്തറ ഖുർആനും ഹദീസുമായിരിക്കും. കാരണം യഥാർത്ഥ ശൈഖന്മാർ അവരൊക്കെ അടിസ്ഥാനം ഖുർആനും ഹദീസുമായിരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാസ്റ്റ് വരെ നിസ്കരിച്ചിട്ടുണ്ട്. ഏതുവരെ? മരണം വരെ. മരണം വരെ ഹബീബായ തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെന്നാണ്. അവസാന ഘട്ടത്തിൽ പോലും സ്വഹാബത്തിന്റെ തോളിൽ കൈവച്ചിട്ട് മദീന പള്ളിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞത് ത്വാലിരി റിയാദസ്സാലിഹീന വഹക്കിമൻ മാ ഫീഹി തഗ്ഫർ ബിസ്സആദത്തി വഅമലാ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച റിയാദുസ്സാലിഹീൻ നീ ഒന്ന് വായിക്കുക, മുത്ആല ചെയ്യുക. അതിൽ ഉള്ളതിനെ കണ്ടീഷനായി ഉറപ്പിച്ചുകൊള്ളുക. അതിൽ ഉള്ളത് അനുസരിച്ച് നീ അമൽ ചെയ്താൽ നീ വിജയിക്കുമെന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ ഉണ്ടാക്കിയ റിയാദുസ്സാലിഹീനിൽ ഹദീസും ഖുർആനും മാത്രമാണ്. ഒരു മനുഷ്യന്റെ ആഖിറ നന്നാവാൻ, ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാവാൻ, ഒരു മനുഷ്യന്റെ പ്രവൃത്തി എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായി ആ കിതാബിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഹദീസിന്റെ അർത്ഥം അറിയണമെന്നില്ല. എന്നാൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ മലയാളത്തിൽ തന്നെ ബുക്ക് സ്റ്റാളുകളിൽ കിട്ടാനുണ്ട്. നല്ല മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിയതായ ബുക്ക് തന്നെ വാങ്ങാൻ കിട്ടും. അപ്പൊ അതെല്ലാം വായിച്ച് നമ്മൾ രക്ഷപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവിടുത്തെ ഹബീബായ തങ്ങളും പഠിപ്പിച്ച ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്ര മാത്രമാണ് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന് ബാക്കി നാളെ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.